ഒരു സീസണിൽ സ്ഥിരമായിട്ട് ബലാത്സംഗം പരിപാടിയൊക്കെ ആയിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കും, എന്തിനാ എന്നെ വിളിക്കുന്ന ഒരു സ്ഥിരമായിട്ട്. എടാ നീ വെറുതെ ആവേശം കാണിച്ച് വള്ളി പിടിക്കില്ലേട്ടാ. ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ്. അങ്ങനെ ഏതോ ഒരു നമ്മുടെ നന്ദിനി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു നായിക ഉണ്ടായിരുന്നല്ലോ പണ്ട്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. നമ്മുടെ കരുമാടിക്കുട്ടനുള്ള നായിക, അതിലും ബലാത്സംഗം പരിപാടി ഉണ്ടായിരുന്നു. അതെന്റെ ഹോബിയാ സാറേ. അത് കഴിഞ്ഞ് 3 പടം അടുപ്പിച്ച് ഞാനായിരുന്നു. 3ാമത്തെ സിനിമ എത്തിയപ്പോൾ അവര് വെച്ചു, ഇതിലും നിങ്ങളാണോ? നീ എന്തായാലും വിചാരിച്ചു ഞങ്ങൾ പൊട്ടന്മാരാന്നാ? ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ വെറും ഊളയാണ്. അത് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ ചിലപ്പോൾ അധികം ആൾക്കാർക്ക് ഇത് അറിയില്ലായിരിക്കാം, അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അധികം ടേക്ക് പോവാതെ പെട്ടെന്ന് പണി തീർക്കാന്ന് പറഞ്ഞിട്ട്. നീ ഒരു സംഭവമാ, നീ സെറ്റപ്പാ, നീ മഹാനാ. ശകലകലാവല്ലഭൻ എന്ന് പറയുന്നൊരു 3-4 പടം അടുപ്പിച്ച് ഞാൻ അവരുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ പ്രത്യേകിച്ച് ഇപ്പൊ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ ഇയാൾ നല്ല ബലാത്സംഗ പേരിനായിരിക്കും, അങ്ങനെ ഒന്നും എന്നെ കണ്ട. സൗന്ദര്യമുള്ളത് മാത്രമാണ് ഏക ആശ്വാസം. അത് ശരിയാ, അത് ശരിയാ. അതൊന്നും ആയിരിക്കില്ല. പക്ഷെ അങ്ങനെ ഒരു ട്രെൻഡ് ഒരു സമയത്ത് അങ്ങനെ ഒരു ത്രൂ ഔട്ട് അത് തന്നെയായി. അങ്ങനെ പറയണ ആളല്ലല്ലോ കുമാരേട്ടൻ. ഏയ് ഞാനിപ്പോ പഴയ പോലെ അല്ല, വഴക്കും വക്കാണൊക്കെ മടുത്ത്. ഇപ്പൊ എല്ലാരോടും ഭയങ്കര സ്നേഹ.